ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെ ഒരു നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അളവൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കുക, എത്ര വേണോ അത്ര എടുക്കാമേ. അതിനകത്തോട്ട് നമുക്ക് ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായത് എത്ര വേണോ അത്ര എടുക്കാം. അവരവരുടെ മധുരത്തിന് ആവശ്യമായത് എടുക്കാമേ. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് നന്നായിട്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടുള്ളതാണ്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കട്ടകളില്ലാതെ കുഴച്ചെടുക്കുക. അഥവാ കട്ടയുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടാണ് ഇത് ചുടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ശകലം ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമേ. നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. നന്നായി നമുക്കിത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ഒരു ചുറ്റിന്ന് എടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. മിക്സി ജാറിനകത്തിട്ട് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ റവ മിശ്രിതം ഞാനിവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഞാൻ മിക്സ് ചെയ്ത പാത്രത്തിലോട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുവാണ്. ഇപ്പം വെള്ളം തികയത്തില്ല, നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്ക പൗഡറാണ്. ഏലക്കാപ്പൊടി ഇല്ലായിരുന്നു, അത് സെപ്പറേറ്റ് പൊടിച്ചില്ല. ഞാൻ ഇച്ചിരി പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചെടുത്ത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മിക്സി ജാറിനകത്തോട്ട് തന്നെ വെള്ളം ഒഴിച്ചായിരുന്നു. ആദ്യം നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നെയ്യപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ, ആ അളവിന് മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാമേ. പിന്നെ നെയ്യിൽ വറുത്ത കുറച്ച് തേങ്ങായും ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഭാഗത്തൊന്ന് അടച്ചു വെക്കുക. ഒരു എണ്ണ ചൂടാകുന്ന സമയം വരെ ഇരുന്ന് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോരി ഒഴിക്കാം. ഇപ്പം നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം. കണ്ടോ, ഈ കൺസിസ്റ്റൻസി മതി. ഇപ്പം നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാമേ. പെട്ടെന്ന് അതൊന്നും ഇളക്കുകയും തിരിച്ചിടുകയും ഒന്നും ചെയ്യരുത്.
നമ്മുടെ നെയ്യപ്പം നമുക്കിനി തിരിച്ചിടാം. കണ്ടോ? എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെ എണ്ണ ഒഴിച്ച് 3-4 എണ്ണം വെച്ചിടാമായിരുന്നു. അപ്പം ഞാൻ കുറച്ച്, ഇവിടെ ഇപ്പോൾ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് എടുത്തന്നേ ഉള്ളൂ. നമുക്ക് മൂത്ത് കഴിഞ്ഞിട്ട് കോരിയെടുക്കാം. കണ്ടോ? ആ തിളയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്യപ്പം പാകമായിട്ടുണ്ടെന്ന് അത്. നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? നല്ല അടിപൊളിയായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ടാണ് ഉണ്ടാക്കിയത്. ഗൈസ്, അങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി ചെറുതും വലുതുമായിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് തീരാൻ വേണ്ടി ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ നെയ്യപ്പം നല്ല ക്രിസ്പി ആയിട്ടുമുണ്ട്, നല്ലതായിട്ടുമുണ്ട്. ഈസി മെത്തേഡല്ലേ, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.